ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. ശക്തമായ ജലപീരങ്കി വീണ്ടും വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിക്കുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്നത്തെ മാർച്ചിൽ അണിചേർന്നത്. അതിൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളും ഈ ബാരിക്കേഡിന് മുന്നിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. മറ്റ് വിദ്യാർത്ഥികൾ വെള്ളയമ്പലം ജംഗ്ഷൻ ഭാഗത്തേക്ക് ചിതറി നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ ബാരിക്കേഡിന് മുന്നിൽ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ SFIയുടെ പ്രതിഷേധം എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ ദൂരത്തേക്ക് പോലും ജലപീരങ്കി പ്രയോഗിക്കുന്നു. മുഴുവൻ കുട്ടികളെയും ഇവിടെ നിന്ന് മാറ്റുക എന്ന ഉദ്ദേശം തന്നെയാണ് പോലീസിനുള്ളത്. അതിശക്തമായ മുദ്രാവാക്യം പോലീസിനെതിരെ മുഴക്കുന്നു. ജലപീരങ്കിയേറ്റ പ്രവർത്തകർ ഇവിടെ തിരിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. വളരെ ദൂരത്തേക്ക് വെള്ളയമ്പലം ഭാഗത്തേക്ക് മാറി നിന്ന പ്രവർത്തകർക്കിടയിൽ പോലും ജലപീരങ്കി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ ബാരിക്കേഡിനപ്പുറമാണ് പോലീസ്, അതിനിപ്പുറമാണ് SFI പ്രവർത്തകർ ഉള്ളത്. അതുകൊണ്ട് പോലീസും വിദ്യാർത്ഥി പ്രവർത്തകരും നേർക്കുനേർ നിൽക്കുന്ന ഒരു സ്ഥിതി ഇപ്പം ഇല്ലെങ്കിൽ പോലും ഒരു ശക്തമായ സംഘർഷത്തിനുള്ള സാധ്യത നമ്മൾ കാണുന്നു. വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് തലസ്ഥാനം നീങ്ങുന്നു എന്നതാണ് SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദിനെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ്, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ്, ഈ രണ്ട് പേരുടെ നേതൃത്വത്തിലാണ് ഇന്ന് SFIയുടെ മാർച്ച് ലോക് ഭവനിലേക്ക് സംഘടിപ്പിക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന മാർച്ച് ഒരു സംഘർഷത്തിലേക്ക് നീണ്ടുപോകുന്നു എന്ന സൂചനയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. പോലീസ് സംവിധാനം അവരുടെ 2 ജലപീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് നേരെ വെള്ളം ചീറ്റുന്നത്. വിദ്യാർത്ഥി പ്രവർത്തകർ കൂടുതൽ പേർ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിനടുത്തേക്ക് നീങ്ങുന്നത് കാണാം. ഒരു ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികൾ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള വലിയ ശ്രമം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ 2 ജലപീരങ്കികളിൽ നിന്നായി 2 തവണ വീതം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവർ പിന്തിരിഞ്ഞു പോയിട്ടില്ല. കൂടുതൽ വിദ്യാർത്ഥികളെ ബാരിക്കേഡിനടുത്തേക്ക് വിളിച്ചു കൂട്ടുന്നുണ്ട്. ഈ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത് എന്നുള്ളതാണ്. ലോക് ഭവന്റെ തൊട്ട് മുന്നിലാണ് SFIയുടെ മാർച്ച് തുടങ്ങിയത്. SFI പ്രവർത്തകരും പോലീസും തമ്മിൽ മുഖാമുഖം നിൽക്കുന്നു. അതിനിടയിൽ ഒരു ബാരിക്കേഡ് മാത്രമാണിത്. ബാരിക്കേഡ് എടുത്തു മാറ്റാനുള്ള ശ്രമം രണ്ട് ലെയറായിട്ടാണ് ബാരിക്കേഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ബാരിക്കേഡ് ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളുമായി ഇവിടേക്ക് ബാരിക്കേഡിന് മുന്നിലേക്ക് നീങ്ങുന്നു എന്നതാണ്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിശക്തമായ സമരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള മാർച്ച് ഇത്തവണ നടത്തിയത് ലോക് ഭവനിലേക്കാണ്. പോലീസ് ശക്തമായ റോഷിബാലിലേക്ക് കൂടി പോവുകയാണ്. റോഷിബാൽ, രാജ്യ തലസ്ഥാനത്ത് ഒരടി പിന്നോട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് CJPയുടെ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ ഇവിടെ സംസ്ഥാന തലസ്ഥാനത്ത് ഞങ്ങളും ഒപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് SFIയുടെ പ്രക്ഷോഭം, അതിശക്തമായ പ്രക്ഷോഭം സംസ്ഥാന വ്യാപകമായി നടക്കുന്നു. തലസ്ഥാനത്തെ കാഴ്ചകൾ എന്താണ്? റോഷ്നി, സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ SFI നടത്തിയ പ്രതിഷേധ മാർച്ചിന് സമാനമായി തലസ്ഥാനത്തെ പ്രതിഷേധ മാർച്ചിൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് ശേഷമാണ് പ്രവർത്തകർ ലോക് ഭവനിലേക്ക് അടക്കാൻ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം തുടങ്ങിയത്. ബാരിക്കേഡിന് മുകളിലടക്കം പ്രതിഷേധിച്ച പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. തുടർച്ചയായി 2 തവണ 2 ജലപീരങ്കി ഉപയോഗിച്ചുള്ള അത് പ്രതിരോധിക്കാൻ പോലീസ് നടത്തിയ ശ്രമം പൂർണ്ണമായും പരാജയപ്പെട്ടു. കാരണം ഒരു SFI പ്രവർത്തകൻ പോലും പ്രതിഷേധം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങിയിട്ടില്ല. അവർ ഇവിടെ തുടരുകയാണ്. മാത്രവുമല്ല, ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ പിറകോട്ട് മാറുന്ന പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ബാരിക്കേഡിന് മുന്നിലെത്തി വീണ്ടും പ്രതിഷേധം തുടരുന്നു. അവർ മുദ്രാവാക്യം തുടരുകയാണ്. പ്രവർത്തകർ ഒന്നാകെയുണ്ട്. നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ പ്രതിഷേധ മാർച്ചിൽ SFIയുടെ അവകാശ പത്രികാ സമർപ്പണ മാർച്ചിൽ പങ്കെടുത്തത്. അവർ ആവേശത്തോടെ പ്രതിഷേധം തുടരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലോക് ഭവനിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രവർത്തകർ സംഘടിച്ചെത്തിയ മാർച്ചാണ്. അതിൽ ദൃശ്യങ്ങൾ കാണാം. വെള്ളയമ്പലം മുതൽ ഇങ്ങോട്ട് ലോക് ഭവന്റെ പരിസരം വരെ പോലീസ് ബാരിക്കേഡ് തീർത്ത ഇടം വരെ നൂറുകണക്കിന് പ്രവർത്തകർ അവർ തടിച്ചുകൂടി അവർ മുദ്രാവാക്യം വിളിച്ചു നിൽക്കുന്നു. മറുഭാഗത്ത് ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമവും തുടരുന്നുണ്ട്. എന്തായാലും ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനയാണ്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ സമാനമായ മാർച്ചുകളിലൊക്കെ നടന്നതുപോലെയുള്ള സംഘർഷാവസ്ഥ തലസ്ഥാനത്തും നിലനിൽക്കുന്നുണ്ട്. പോലീസിന് എന്തായാലും എളുപ്പത്തിൽ ഈ വിദ്യാർത്ഥികളെ
പിരിച്ചുവിടാൻ സാധിക്കില്ല. അവരുടെ പ്രതിഷേധത്തെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അവർ പ്രയോഗിച്ചിരിക്കുകയാണ്. ജലവിരങ്ങിക്ക് പിന്നാലെ തന്നെ കണ്ണീർ വാതക പ്രയോഗമാണ് SFI പ്രവർത്തകർക്ക് നേരെ നടക്കുന്നത്. പല ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അതിൽ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്നിട്ടുള്ള SFI പ്രതിഷേധം, അതിൽ കണ്ണീർ വാതക പ്രയോഗം നടന്നിരിക്കുന്നു. കൂടുതൽ ശക്തമാവുകയാണ് പ്രതിഷേധം. പല ജില്ലകളിലായി SFI പ്രതിഷേധിക്കുന്നു. ദില്ലിയിൽ നടക്കുന്ന CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ തെരുവിൽ പ്രതിഷേധിക്കുകയാണ് SFI. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദ്യാർത്ഥി സംഘടനകളുടെ വലിയ പിന്തുണ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിനുണ്ടായിരുന്നു. രാജ്യത്തെ വിദ്യാർത്ഥികൾ അത്രയും അനുഭവിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ മൗനം തുടരുമ്പോഴും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി പറഞ്ഞുകൊണ്ട് SFIയുടെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം, അതിൽ ജില്ലകൾ തോറുമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ കണ്ണീർ വാതക പ്രയോഗമാണ് നടക്കുന്നത്. ശരൺ ചേരുന്നു. ശരൺ, പറയൂ. റോഷ്നി തുടർച്ചയായി 2 തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊച്ചി PSL ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നത്. ഈ മാർച്ചിൽ 300ഓളം പ്രവർത്തകരാണ് പങ്കെടുത്തത്. ആ മാർച്ചാണ് ഇപ്പോൾ അക്രമാസക്തമായിരിക്കുന്നത്. തുടക്കത്തിൽ പോലീസ് ശക്തമായി തന്നെ പ്രവർത്തകരെ നേരിടുകയായിരുന്നു. അതായത് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചു. ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ചില പ്രവർത്തകർ PSL ഓഫീസിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. അങ്ങനെ കയറാൻ ശ്രമിച്ചതോടുകൂടി പോലീസ് ലാത്തി വീശുന്നു. അതിന് പിന്നാലെയാണ് ടിയർ ഗ്യാസ് പ്രയോഗം നടത്തുകയും ചെയ്തിരിക്കുന്നത്. 2 തവണയാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ ടിയർ ഗ്യാസ് പ്രയോഗത്തിൽ ഇപ്പോൾ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞോടിയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ ടിയർ ഗ്യാസ് പ്രയോഗത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിലുള്ളൊരു വലിയ പ്രതിഷേധമാണ് കൊച്ചിയിലും നടന്നിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം, അതിന് പിന്നാലെ ഉയർന്നു വന്ന CJPയുടെ വലിയ പ്രതിഷേധം, ഡൽഹിയിലെ പോലീസ് അതിക്രമം, അതിനെതിരെയായിരുന്നു ഇന്ന് BSNL ഓഫീസിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് പ്രഖ്യാപിക്കുകയും അതിന് പിന്നാലെ മാർച്ച് നടക്കുകയും ചെയ്തിരിക്കും. ഇപ്പോൾ ചില പ്രവർത്തകർ വീണ്ടും സംഘടിച്ച ഇവിടേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. BSNL ഓഫീസിന് തൊട്ടിപ്പുറത്തായിട്ടുള്ള കമ്മീഷണർ ഓഫീസിന് മുന്നിൽ വെച്ചാണ് ബാരിക്കേഡ് പോലീസ് സ്ഥാപിച്ചിരുന്നത്. ആ ബാരിക്കേഡാണ് പ്രവർത്തകർ പലപ്പോഴായി മറികടക്കാൻ ശ്രമിച്ചത്. അതിൽ ചില പ്രവർത്തകർ മറികടന്നുകൊണ്ട് ഉള്ളിലേക്ക് TV പ്രസാദിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്തേക്ക് ലോഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. TV